വരച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് എക്സിബിഷൻ ചെയ്യാൻ പറ്റുമോ? അതിന് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഞാൻ എടുക്കേണ്ടത്? ഞങ്ങൾ ആദ്യം ചെയ്തപ്പം അവർ ബിഗിനർ ആർട്ടിസ്റ്റിൻ്റെ എക്സിബിഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർ അടുത്ത് നമ്മൾ ക്യൂറേറ്റർ അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്ക് പോയി നമുക്ക് ചോദിച്ച് ചെയ്യാം. ആ ക്യൂറേറ്ററിനെ എങ്ങനെ കണ്ടുപിടിച്ചു? അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് അത് ആ ഗാലറി ഇൻസ്റ്റഗ്രാമിലൊരു അനൗൺസ്മെന്റ് ചെയ്തായിരുന്നു. ഈ ഗാലറിയിൽ 10 ആർട്ടിസ്റ്റിൻ്റെ എക്സിബിഷൻ എവറി 10 days for 10 days ഉണ്ടാകും. അപ്പം ആവശ്യമുള്ളവർ രജിസ്റ്റർ ചെയ്യാനായിട്ട്. പിന്നെ ആ ക്യൂറേറ്റർ തന്നെ ഞങ്ങൾ പല പ്രാവശ്യം വിളിക്കുമായിരുന്നു. അവർ എക്സിബിഷൻ മനസ്സിലായവർക്ക് ഇവിടെ കിട്ടി. എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്ന ആർട്ട് ക്യൂറേറ്റേഴ്സ് ഉണ്ട്. അവർക്ക് പലപ്പോഴും സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടാവും ആർട്ട് ഗാലറിയുടെ പേരിൽ. അതല്ലെങ്കിൽ ലോക്കൽ പ്രസൻസ് ഉണ്ടാവും. ഒരു സ്ഥലത്ത് ആർട്ട് ഗാലറി ഉണ്ടാവും. മെയിൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവരെ കോൺടാക്ട് ചെയ്യുക. എന്താണ് അവിടെ ചെയ്യാൻ, നമ്മുടെ ആർട്ട് വർക്ക് വെക്കാൻ എന്താണ്? ചില സ്ഥലത്ത് പൈസ കൊടുക്കേണ്ടി വരും, പൈസ കൊടുക്കണം. എല്ലായിടത്തും ഗാലറി പൈസ എല്ലായിടത്തും. ഇത് എക്സ്പെൻസീവ് ബിസിനസ് ആണ്. കയ്യിൽ നിന്ന് കാശ് പോണ പണിയാ കുറെ. പക്ഷേ എടുക്കുന്നതും അങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷത്തിൽ. നെക്സ്റ്റ് ചോദ്യം, പെയിന്റിങ്സ് വിറ്റ് പോവോ എക്സിബിഷനിൽ എൻ്റെ 15 എണ്ണം ചെയ്തിട്ട് ഒരൊറ്റ എക്സിബിഷനിൽ, ആദ്യത്തെ എക്സിബിഷനിൽ മാത്രം ഒരു പെയിന്റിങ് വിറ്റ് പോയിട്ടുണ്ട്. അതേസമയം ഞാനൊരു 8 പെയിന്റിങ്ങോ വിറ്റിട്ടുണ്ട്. അത് മുഴുവനും എൻ്റെ അറിയുന്ന ആൾക്കാർ വാങ്ങിയതാണ്. എൻ്റെ കയ്യിലൊരു ഓട്ടം പെയിൻറ്റിങ് ഉണ്ടല്ലോ, അത് കണ്ടിട്ട് അതുപോലെ ഒരെണ്ണം ആ കളർ സ്കീമിൽ ചെയ്തു കൊടുക്കണം, ഇത്ര വലിപ്പം വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണം ചെയ്തു കൊടുത്തു. പിന്നെ വേറൊരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു എനിക്ക് ബ്ലൂ ആൻഡ് ഗ്രീൻ തീം വേണം, കളേഴ്സ് തീം വേണം. എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എൻ്റെ പടം കണ്ടു, എന്നോട് പറഞ്ഞു അത് വിറ്റ് പോയിട്ടില്ലെങ്കിൽ എനിക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ സന്തോഷമാണ് ശരിക്കും. ആദ്യത്തെ പെയിൻറ്റിങ് എൻ്റെ മേടിച്ചത് എൻ്റെ മോള് തന്നെയാണ്. ഷീ പുട്ട് 5,000 rupees ഇൻ മൈ ബാഗ്. എന്നിട്ട് അത് വലിയൊരു സന്തോഷമായിരുന്നു എനിക്ക്. അതങ്ങനെ. പിന്നെ ഒരാൾ കണ്ടപ്പം പറഞ്ഞു അത് ഞാൻ എടുത്തോളാം, വിൽക്കാനാണെങ്കിൽ മാത്രം ഞാൻ എടുത്തോളാം, വെറുതെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. കൊടുത്തു. ഞാൻ US പോയപ്പം എൻ്റെ കയ്യിൽ വെറുതെ ഒരു പെയിൻറ്റിങ് വെച്ചിരുന്നു. അത് എൻ്റെ മോള് വാങ്ങണം, ഞാൻ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് വലിയ സന്തോഷമാണ്. ഇപ്പം ചെയ്തിരിക്കുന്ന മാസ്റ്റർ പീസ് എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ട് അതാരും കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു. അതും വലിയൊരു സന്തോഷം. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.